ഇപ്പോൾ വീഡിയോ കണ്ടത് എൻ്റെ ഈ വീടിൻ്റെ പരിസരത്തുള്ള ചെറിയൊരു 360 ഡിഗ്രി ഞാൻ എടുത്തത്. അതായത് നമുക്ക് പുറത്തോട്ട് ഇപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഫൗണ്ടേഷൻ മുകളിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് ഈ ഒരു ഏരിയ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു 360 ഡിഗ്രി ഞാൻ ഷൂട്ട് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 360 ഡിഗ്രി വീഡിയോ അല്ല, 360 ഡിഗ്രി ഫോട്ടോ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ആനിമേഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഗുമ്മലേക്ക് കൊടുത്തത്. അപ്പോൾ ഒരു 360 ഡിഗ്രി ക്യാമറ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഇതേപോലെ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 360 എടുക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലത്തുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് പ്രധാനമായിട്ട് 2 ആപ്പുകളാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ആപ്പാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ രീതിയിലായിരിക്കും കാണുന്നത്. ഇതിനകത്ത് നമ്മുടെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. GPS ആക്സസ്, ഫോട്ടോ എടുക്കാനുള്ള ആക്സസ്. അപ്പോൾ ഈ ആക്സസ് എല്ലാം നമ്മൾ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുക. അപ്പോൾ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഇൻ്റർഫിയർസ് വരും. അതിനകത്ത് നമ്മളുടെ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്യാമറ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാനിവിടെ അത് ഹൊറിസോണ്ടലി ആക്കി കാണിച്ചു തരാം, കാരണം നിങ്ങൾക്ക് കാണാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് പോർട്രേറ്റ് മോഡൽ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ കാണുന്ന ഓരോ യെല്ലോ മാർക്കിലേക്ക് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് നീക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഫോട്ടോ എടുത്തോളും. അപ്പോൾ അത് വൈറ്റ് വരുന്ന രീതിയിലേക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഫോട്ടോ എടുത്തോളും. അങ്ങനെ നമ്മൾ ഫുൾ ഏരിയ, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുകൾ വശം, താഴ്വശം, സൈഡ്, അങ്ങനെ കംപ്ലീറ്റ് ഏരിയയും ഇതേ രീതിയിൽ ആദ്യമേ ഫോട്ടോ എടുക്കണം. പിന്നെ ഇത് നീക്കുന്ന സമയത്ത് സ്പീഡ് വളരെ കുറച്ചിട്ട് വേണം നിങ്ങൾ നീക്കാൻ. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടു ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചത്. അപ്പോൾ അങ്ങനെ നീക്കി കഴിഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക ഷേക്കിംഗ് വരും. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് ഈ കാണുന്ന വളരെ നോർമൽ രീതിയിൽ വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തിൻ്റെയും ഫോട്ടോ എടുക്കണം. മുകൾ വശം, താഴ്വശം, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും എടുക്കണം. സമയത്ത് താഴ്വശം വരുമ്പോൾ ചിലപ്പോൾ വെയിലത്തൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മുടെ ഇതുപോലെ നിഴലൊക്കെ നമ്മുടെ കയറി വരും. അപ്പോൾ നമുക്ക് അൺഡു ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അൺഡു ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ബാക്കിലോട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെങ്കിൽ അത് മാറിയിട്ട് നമുക്ക് കിട്ടും. പിന്നെ താഴെ കാണുന്ന ആ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് ഗ്രീൻ ആകുന്ന വരെ നമ്മൾ ഫോട്ടോസ് എടുക്കുക. ഇപ്പോൾ ഈ ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഫോട്ടോസ് എല്ലാം തീർന്നത് ഒരെണ്ണോടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഫോട്ടോസ് എല്ലാം കഴിയും. പക്ഷേ നമ്മൾ മുകളിലോട്ട് താഴോട്ടൊക്കെ ഒന്ന് നമ്മൾ മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനിയും യെല്ലോ പോയിന്റ് തെളിഞ്ഞു വരും നമുക്ക് എടുക്കാനുണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. മുകളിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അവിടെ ഒരു യെല്ലോ പോയിന്റ് ഇപ്പം വരും. ഇവിടെ ഒരു യെല്ലോ പോയിന്റ് വന്നുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പോൾ യെല്ലോ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതേപോലെ അതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം ആ ഗ്രീൻ ആവുന്ന സമയത്ത് നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മളുടെ പ്രൊഫൈലിലേക്ക് അതിന് ശേഷം പോയി കഴിഞ്ഞാൽ സൈഡിൽ അവിടെ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസ് അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡിങ് ആവുന്നുണ്ട്. ഇത് ആക്ച്വലി എന്ന് പറയുന്ന ഒരു 360 ഡിഗ്രി ഫോട്ടോ മാത്രമാണ്. ഇത് നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെടുത്ത ഫോട്ടോ ഒരു 360 ഡിഗ്രി ഫോട്ടോ എന്ന രീതിയിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ സൈഡിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഷെയർ പ്രൈവറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നേരെ വേറെ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനിലേക്ക് പോകും. അപ്പോൾ ഞാനത് നേരെ എടുത്തേക്കുന്നത് സ്നാപ്സീഡിലേക്കാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ നിന്ന ഭാഗത്ത് ആ കാലിൻ്റെ പോർഷനൊക്കെ ഹീൽ ചെയ്ത് കളയാൻ പറ്റും. ഹീലിംഗ് ഓപ്ഷൻ സ്നാപ്സീഡ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ഹീലിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ കോൺട്രാസ്റ്റ്, കളറൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റിംഗ്, ഈ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സാധാരണ സ്നാപ്സീഡിനകത്ത് എങ്ങനെയാണോ ഫോട്ടോ സേവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് നമുക്ക് അതിൽ ഡൺ കൊടുത്ത് ഫോട്ടോ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാം. ഇനി രണ്ടാമത് പ്രധാനമായിട്ട് വേണ്ട ഒരു ആപ്പാണ് Theta Plus എന്ന് പറയുന്ന ആപ്പാണ്. ഇതൊരു പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 190 MB നമുക്കിത് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ബാക്കിയുള്ള ആപ്പുകളുടെ കൂടെ കുറച്ച് പെർമിഷൻസും അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇതിലേക്ക് വരുമ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഇതാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത് തൊട്ട് താഴെ കാണാമെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം 360 ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്.
ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് 360യിലേക്ക് വരികയാണ്. നമ്മൾ പ്ലാനറ്റിൻ്റെ രീതി നമ്മൾ ചെയ്യാറില്ലേ, അപ്പോൾ അങ്ങനെയുള്ള 360 ഡിഗ്രിയിലേക്ക് വരികയാണ്. അപ്പോൾ കുറേ ഓപ്ഷൻസ് എല്ലാം അതിനകത്തുണ്ട് നോൺ ആനിമേറ്റഡ് മെത്തേഡ് രീതിയിൽ. അതിൻ്റെ തന്നെ നമുക്ക് പിന്നെ ആനിമേറ്റഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ കസ്റ്റമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് എങ്ങോട്ടൊക്കെ നീങ്ങണം എന്നുള്ള ഈ രീതിയിൽ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതല്ല പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഈ ആപ്പിനകത്ത് തന്നെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഹൊറിസോണ്ടലുണ്ട്, പ്ലാനറ്റ് ഉണ്ട്, ഫുഡുണ്ട്, നേച്ചറുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് എഫക്റ്റുകൾ ഇതിനകത്ത് തന്നെ അവർ ഇൻബിൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് ഫിൽറ്റേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്, കളർ ഫിൽറ്റേഴ്സ്. അതിനുശേഷം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ കാണുന്നതിനോട് ബ്രൈറ്റ്നസ്സും കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ടോൺ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. പ്ലസ് നമുക്ക് ഏത് ക്യാൻവാസിലേക്ക്, അതായത് ഫ്രീ ആയിട്ടുള്ള ക്യാൻവാസ് വേണോ, 16:9, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെയൊക്കെ സൈസാണ് 60:9 വേണോ, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആനിമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് ഈ ഒരു ഫോട്ടോനെ 360 ഡിഗ്രീൻ്റെ ഫോട്ടോനെ ആനിമേറ്റഡ് മെത്തേഡിലേക്ക് നമുക്ക് ഈ കാണുന്നതിലോട്ട് മാറ്റാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ആനിമേഷൻ വീഡിയോയുടെ സ്പീഡ്, നമുക്ക് ടൈമിംഗ് സ്പീഡ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം മുകളിൽ കാണുന്ന ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, അതായത് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കാണുന്ന ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസസ്സ് അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് സേവ് ടു ഗാലറി എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു ഓപ്ഷൻ അത് അവൈലബിൾ ആണ്. അപ്പോൾ സേവ് ടു ഗാലറി കൊടുക്കുകയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ആ സംഭവം പോകും. പ്രിവ്യൂ വേണമെങ്കിൽ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുത്ത ആ 360 ഡിഗ്രി വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പകൽ വെട്ടമൊക്കെ ഉള്ള സമയത്ത് എടുക്കാൻ ഞാൻ അടിപൊളി വ്യൂവിൽ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് വളരെയധികം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും ഇത്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു സ്ഥലത്തിൻ്റെയും ഫോട്ടോ 360 ഡിഗ്രി ഫോട്ടോ ഈ രണ്ട് ആപ്പുകളുടെ സഹായം ഉണ്ടെങ്കിൽ 360 ഡിഗ്രി വീഡിയോ ആയിട്ട്, അത് ആനിമേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതിനോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം VBLOG4you.